മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. ഇന്ന് വിഷ്ണു സഹസ്രനാമത്തിൽ 58-ാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം പറയാം. ശ്ലോകം: മഹാവരാഹോ ഗോവിന്ദ സുഷേണ സ്കനകാംഗദീ ഗുഹ്യോ ഗഭീരോ ഗഹനോ ഗുപ്തശ്ചക്രഗദാധര. അതിൽ ആദ്യത്തെ നാമം മഹാവരാഹ എന്നുള്ളത്. മഹാൻ ച അസൗ വരാഹശ്ച, മഹാനും വരാഹവും ആയിട്ടുള്ളവൻ. വരാഹം എന്ന് വെച്ചാൽ പന്നി. പന്നിയുടെ മഹത്തായിട്ടുള്ള പന്നിയുടെ അവതാരം, രൂപം ധരിച്ചവൻ. പന്നിയുടെ രൂപം ധരിച്ച മഹാവരാഹനായിട്ട് ഭഗവാൻ ഭൂമിയെ പാതാളത്തിൽ നിന്ന് പൊക്കിക്കൊണ്ടുവന്നു എന്ന് പറയുന്ന വരാഹരൂപിയായിട്ടുള്ള ഭഗവാന്റെ കഥ. ആ കഥയാണ്, അതാണ് ഇവിടെ മഹാവരാഹ. മഹാനും വരാഹരൂപിയും ആയിട്ടുള്ള ഭഗവാനെ മഹാവരാഹ എന്ന് പറയണു എന്ന്. ഗോവിന്ദ എന്നുള്ളത് അടുത്ത നാമധേയം. ഗോശബ്ദത്തിന് വാണി, വിദ്യ എന്നൊക്കെ അർത്ഥമുണ്ട്. വാണി ഭഗവതി സരസ്വതി എന്നും വാക്ക് എന്നും അതുമാതിരി പശു എന്നർത്ഥമുണ്ട്, ഭൂമി എന്നർത്ഥമുണ്ട്. അനവധി അർത്ഥങ്ങളുണ്ട് ഗോശബ്ദത്തിന്. രശ്മി എന്നുള്ള അർത്ഥമുണ്ട്. ഇവിടെ ഈ ഗോവിന്ദ എന്നുള്ളടത്ത് ഈ അർത്ഥം പറയണത് വാക്ക് എന്നുള്ള അർത്ഥത്തിനാണ്. അപ്പോൾ വാക്കുകൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നവൻ, പ്രാപിക്കുവാൻ സാധിക്കുന്നവൻ, വാക്കുകൊണ്ട് പ്രാപിക്കത്തക്കവൻ എന്നുള്ള അർത്ഥം. ഗോഭീ വിന്ദതേ ഇതി ഗോവിന്ദ എന്ന്. ഏത് വാക്കാണ് അവിടെ? ഉപനിഷത്തുകളിലായിട്ടുള്ള വാക്കുകളെ കൊണ്ട്, ഉപനിഷത്ത് ഗ്രന്ഥങ്ങളിലുള്ളതായിട്ടുള്ള വാക്കുകളെ കൊണ്ട്, ശ്രുതി ഗ്രന്ഥങ്ങളിലുള്ളതായിട്ടുള്ള വാക്കുകളെ കൊണ്ട് ഒക്കെ മനസ്സിലാക്കാവുന്നതായിട്ടുള്ള ഭഗവാനെ ഗോവിന്ദ എന്നുള്ളതായ പേരിൽ പറയുന്നു എന്നാണ്. ഇനി അതല്ലെങ്കിൽ വേദാന്ത, അതായത് ഉപനിഷത്ത് വാക്യങ്ങൾ എന്ന് പറയുക വേദാന്ത വാക്യങ്ങളെ കൊണ്ട് ഗ്രഹിക്കാവുന്നത് കൊണ്ട് ഗോവിന്ദൻ എന്ന്. വേദാന്ത വാക്യങ്ങളെ കൊണ്ട് അറിയപ്പെടുന്നവൻ എന്നുള്ള അർത്ഥത്തിലും ഗോവിന്ദൻ എന്നുള്ളതായിട്ടുള്ള പേര്. ആദ്യം ഗൗഹു, വാക്കുകളെ കൊണ്ട് പ്രാപിക്കപ്പെടുന്നവൻ എന്നുള്ള അർത്ഥം. അതായത് ശ്രുതിവാക്യങ്ങളെ കൊണ്ട് പ്രാപിക്കപ്പെടുന്നവൻ, വേദാന്ത വാക്യങ്ങളെ കൊണ്ട് പ്രാപിക്കപ്പെടുന്നവൻ എന്ന് അർത്ഥം. സുഷേണ എന്നുള്ളതായിട്ടുള്ള പദം അടുത്തത്. ശോഭനാ സേന അസ്യ ഇതി സുഷേണ. ശോഭനമായിട്ടുള്ള സേന ഉള്ളവൻ. എന്താണ് ഭഗവാന്റെ സേന എന്ന് പറഞ്ഞാൽ? പാർഷദന്മാരൻ തന്നെ, വിഷ്ണു പാർഷദന്മാർ. അങ്ങനെ വിഷ്ണു പാർഷദന്മാരാകുന്ന ശോഭനമായിട്ടുള്ള ആ സേന ഉള്ളതുകൊണ്ട് ഭഗവാന് സുഷേണ എന്നുള്ളതായ നാമധേയം. ഈ കനകാംഗദീ, കനകമയങ്ങളായിട്ടുള്ള അംഗതങ്ങളോട് കൂടിയവൻ. അംഗതം എന്ന് വെച്ചാൽ തോൾവള. കനകമയങ്ങളായ തോൾവളകൾ ഉള്ളതുകൊണ്ട് ഭഗവാനെ കനകാംഗദീ എന്ന് പറയുന്നു. അംഗതം, തോൾവള. ഇനി ഗുഹ്യ, രഹസ്യ ഉപനിഷത് വേദ്യത്വാത് ഗുഹായാം ഹൃദയാകാശേ സ്ഥിത ഇതി വാ ഗുഹ്യ. ഗുഹ്യ എന്നുള്ളത് ഗുഹ്യമായിട്ടുള്ള, രഹസ്യമായിട്ടുള്ള ഉപനിഷത് വാക്യങ്ങളെ കൊണ്ട് അറിയപ്പെടുന്നവൻ. ഉപനിഷത് വാക്യങ്ങളൊക്കെ രഹസ്യങ്ങളാണെന്നാണ്. അപ്പം അങ്ങനെ രഹസ്യങ്ങളായ ഉപനിഷത് വാക്യങ്ങളെ കൊണ്ട് അറിയാൻ സാധിക്കുന്നവൻ ഗുഹ്യ. ഗൂഹനം ചെയ്യപ്പെട്ടിട്ടുള്ളതായ, മറയ്ക്കപ്പെട്ടിട്ടുള്ളതായ, എല്ലാവർക്കും പൊതുവെ സിദ്ധിക്കാത്തതായ ഉപനിഷത് വാക്യങ്ങളെ കൊണ്ട് പറയപ്പെടുന്നവൻ ഗുഹ്യ. അതല്ലെങ്കിൽ ഹൃദയാകാശം എന്നുള്ള ഹൃദയമാകുന്ന ഗുഹ, അവിടെ എല്ലാറ്റിൻ്റെയും ശരീരത്തിൻ്റെ ഉള്ളിലെ ഇന്ദ്രിയങ്ങളുടെയൊക്കെ ഉള്ളിൽ അങ്ങനെ ഏറ്റവും ഗുഹ്യമായിട്ടുള്ള ആ ഹൃദയമാകുന്ന ആകാശത്തിൽ വസിക്കുന്നു എന്നുള്ളത് കൊണ്ട് ഗുഹ്യ എന്നുള്ളതായ ഗുഹയിൽ വസിക്കുന്നത് കൊണ്ട്, ഗുഹ എന്ന് പറയുമ്പോൾ അവിടെ ഹൃദയാകാശമാകുന്ന ആ ഗുഹയിൽ വസിക്കുന്നത് കൊണ്ട് ഗുഹ്യ എന്നുള്ളതായിട്ടുള്ള നാമധേയം. അപ്പോൾ ഗുഹ്യ ശബ്ദത്തിന് 2 അർത്ഥം പറഞ്ഞു. രഹസ്യങ്ങളായ ഉപനിഷത് വാക്യങ്ങളെ കൊണ്ട് അറിയപ്പെടുന്നവൻ എന്നൊന്ന്, ഗുഹയിൽ ഹൃദയാകാശത്തിൽ വസിക്കുന്നവൻ എന്നതുകൊണ്ട് ഗുഹ്യൻ എന്ന്. ഇനി ഗഭീര, ജ്ഞാന ഐശ്വര്യ ബല വീര്യാദിഭി ഗംഭീര ഗഭീര എന്ന്.
ജ്ഞാനം, ഐശ്വര്യം, ബലം, വീര്യം ഒക്കെ ഭഗവാന് അത്യധികമായിട്ട് ഉണ്ട്. ഇവയെ കൊണ്ടൊക്കെ ഗംഭീരനാണ് ഭഗവാൻ എന്നുള്ളത് കൊണ്ട് ഗംഭീര എന്നുള്ളതായിട്ടുള്ള നാമധേയം. ജ്ഞാനം, ഐശ്വര്യം, ബലം, വീര്യം തുടങ്ങിയവയെ കൊണ്ട് ഗംഭീരനായതുകൊണ്ട് ഗംഭീരൻ എന്ന നാമം. ഗഹനഹ അറിയാൻ, പ്രവേശിക്കുവാൻ പ്രയാസമായിട്ടുള്ളവൻ. പ്രവേശിക്കുക എന്ന് വെച്ചാൽ അറിയുക എന്നുള്ള അർത്ഥമാണ്. ആ ഭഗവാനെ വേണ്ട വിധത്തിൽ അറിയുവാൻ പ്രയാസമാണ് എന്നതുകൊണ്ട് ഗഹനഹ എന്ന് ആഴമുള്ളവൻ, ആ ആഴത്തിലെത്തിച്ചേരാൻ പ്രയാസമായതുകൊണ്ട് ഗഹനഹ എന്ന് നാമധേയം. ദുഷ്പ്രവേശത്വാത് ഗഹനഹ അവസ്ഥാത്രയ ഭാവാഭാവ സാക്ഷിത്വാത് ഗഹനോവാ. ഇനി അതല്ലെങ്കിൽ ദുഷ്പ്രവേശത്വാത് ഗഹനഹ എന്ന് പറഞ്ഞു. അവസ്ഥാത്രയങ്ങൾ, അതായത് ജാഗ്രത്, സ്വപ്നം, സുഷുപ്തി എന്നുള്ളതായ 3 അവസ്ഥകൾ. ഈ 3 അവസ്ഥകളുടെയും ഭാവം, അഭാവം ഇവയുടെ ഒക്കെ സാക്ഷിയായതുകൊണ്ട്, അതായത് 3 അവസ്ഥകളിലും തുരീയവനായിട്ടുള്ളതായ ആ ഭഗവാൻ, തുരീയാവസ്ഥയിലുള്ളതായ ആ ഭഗവാൻ ഇതിനൊക്കെ സാക്ഷിയാണ്. എല്ലാറ്റിനും സ്വപ്നാവസ്ഥയ്ക്കും ജാഗ്രത അവസ്ഥയ്ക്കും സുഷുപ്തി അവസ്ഥയ്ക്കും സാക്ഷിയായിട്ട് തുരീയാവസ്ഥയിൽ ഭഗവാൻ വർത്തിക്കുന്നു എന്നുള്ളതാണ്. അപ്പം ഈ 3 അവസ്ഥകൾക്കിടെയും ഭാവത്തിന് 3 അവസ്ഥകളിൽ ഉള്ളപ്പോഴും ഭഗവാൻ സാക്ഷിയാണ്. ഇനി അതില്ലാതെ തുരീയാവസ്ഥ വന്നാലും അപ്പോഴും ആ തുരീയാവസ്ഥയിൽ ഭഗവാൻ തന്നെയാണ് സാക്ഷിയായിട്ട് വർത്തിക്കുന്നത്. വേറെ ആരുമില്ല തുരീയാവസ്ഥയിൽ. അപ്പം അതുകൊണ്ട് 3 അവസ്ഥകളിലും ഭഗവാൻ സാക്ഷിയാണ് എന്നുള്ളത് കൊണ്ട് തുരീയാവസ്ഥയിൽ സാക്ഷി എന്ന് പറയാൻ വയ്യ. എന്താണെന്ന് വെച്ചാൽ അവിടെ സാക്ഷി ആവണമെന്നുണ്ടെങ്കിൽ കാണാൻ വേറൊരു വസ്തു ഉണ്ടാവണം. അതില്ല. തുരീയാവസ്ഥയിൽ ഭഗവാൻ മാത്രമേ ഉള്ളൂ. അപ്പം ഭഗവാൻ എന്തിനാണ് സാക്ഷിയാവാൻ പറ്റുക? ഒന്നിനും സാക്ഷിയാവാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് ഭഗവാൻ മാത്രമുള്ളതായിട്ടുള്ള ആ അവസ്ഥ, ഭഗവാന്റെ ആ ആത്മസ്വരൂപം ഈ 3 അവസ്ഥകൾക്കും സാക്ഷിയാണ്. അതുകൊണ്ട് ഭഗവാന് ഗഹനഹ എന്നുള്ളതായിട്ടുള്ള നാമധേയം വന്നു എന്ന്. അടുത്തത് ഗുപ്തഹ എന്നുള്ളതായിട്ടുള്ള നാമധേയം. ഗോപനം ചെയ്യപ്പെട്ടിട്ടുള്ളവൻ ആണ് ഗുപ്തഹ എന്ന്. ഗോപനം മടക്കപ്പെട്ടിട്ടുള്ളവൻ ഗുപ്തഹ. ഭഗവാനെ എങ്ങനെയാണ്? വാങ് മനസാം അഗോചരത്വാദ്. വാക്കിനും മനസ്സിനും അഗോചരനാണ്, കാണാൻ സാധിക്കാത്തവനാണ്. വാക്കുകൊണ്ട് പറയാൻ പറ്റില്ല ഭഗവാന്റെ യഥാർത്ഥ സ്വരൂപം, വാക്കുകളെ കൊണ്ട് മനസ്സിലാക്കാൻ പറ്റില്ല. മനസ്സുകൊണ്ടും മനസ്സിലാക്കാൻ സാധിക്കില്ല ഭഗവാനെ. ഭഗവാനെ അറിയണമെന്നുണ്ടെങ്കിൽ അതായിട്ട് ഭവിക്കണം, അപ്പോൾ മാത്രമേ അറിയുള്ളൂ. അപ്പം അതുകൊണ്ട് വാക്കുകളെ കൊണ്ടും മനസ്സുകൊണ്ടും അഗോചരനായത്, അവയ്ക്കൊക്കെ അഗോചരൻ, വിഷയമല്ലാത്തവൻ. ഗോചരൻ എന്ന് പറഞ്ഞാൽ വിഷയമായിട്ടുള്ള ഇന്ദ്രിയം, ഇന്ദ്രിയങ്ങളിൽ ചരിക്കുന്നവൻ, ഇന്ദ്രിയങ്ങൾക്ക് വിഷയമായിട്ടുള്ളവൻ എന്നർത്ഥം. അപ്പോൾ അഗോചരനാവുമ്പോൾ എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങൾക്ക് വിഷയമല്ല എന്നുള്ളത് കൊണ്ട് ഗുപ്തഹ എന്നുള്ളതായ നാമധേയം. ചക്രഗദാധര എന്ന് അടുത്ത നാമധേയം. ചക്രഗദാധര, ചക്രവും ഗദയും ധരിക്കുന്നവൻ ചക്രഗദാധരൻ. ഈ ഭഗവാന്റെ ചക്രം എന്നുള്ളത് ഏതാണ്? സുദർശന ചക്രം ആണ്. ആ സുദർശന ചക്രം എന്നുള്ളത് അതൊരു സങ്കല്പമായിട്ടുള്ള ചക്രം ആണ് എന്നുള്ളതാണ് പറയണത്. അതാണ് ഭഗവാന്റെ ചക്രം എന്ന് പറയുന്നത് മനസ്തത്വമാകുന്ന ചക്രം. മനസ്സ് എന്നുള്ളതായിട്ടുള്ള തത്വം ആണ് ഭഗവാന്റെ ആയുധം എന്നാണ്. ആ മനസ്സങ്ങോട്ട് ഭഗവാൻ അങ്ങോട്ട് വിചാരിച്ചാൽ മതി. എന്ത് വേണമെങ്കിൽ നശിപ്പിക്കണം, ആരെ വേണമെങ്കിലും നശിപ്പിക്കണം എന്നുണ്ടെങ്കിൽ ഭഗവാന്റെ ആ മനസ്തത്വം ആണ് ആ ചക്രം ആയിട്ടുള്ളത് എന്നാണ്. അത്രേ ആവശ്യമുള്ളൂ എന്നുള്ളതാണ്. അതിനെ നമ്മൾ ഓരോരോ കഥകളിൽ കൂടി മനസ്സിലാക്കാൻ തക്കവണ്ണം ഒരു ചക്രായുധം എന്നുള്ളതായിട്ടുള്ള പേര് അതൊക്കെ കാലക്രമത്തിൽ വന്നു ചേരുന്നതാണ്. ഭഗവാന്റെ മനസ്തത്വം, മനസ്സ് തന്നെയാണ് ആ ചക്രം ആയിട്ട് വരുന്നത് എന്നുള്ളതാണ്. ആ ചക്രത്തിൻ്റെ സ്ഥാനത്ത് നിൽക്കുന്നത് മനസ്സ് തന്നെയാണ് എന്നാണ്. അപ്പം ആ മനസ്തത്വം ആയിട്ടുള്ളതായ ചക്രം ധരിക്കുന്നത് കൊണ്ടും ഇനി ഗദ എന്ന് പറയുന്നത്, ഭഗവാന്റെ ഗദ എന്ന് പറയുന്നത് ബുദ്ധിതത്വാത്മകമാണ്. ആ ബുദ്ധിതത്വം ആണ് ഗദയായിട്ട് വർത്തിക്കുന്നത്. നിശ്ചയിച്ച് ഞാൻ ഇന്നാളെ വധിക്കണം അല്ലെങ്കിൽ നശിപ്പിക്കണം എന്നുള്ളതായിട്ടുള്ള ആ നിശ്ചയം ഉണ്ടാകുമ്പോൾ അതങ്ങോട്ട് കഴിയും എന്നുള്ളത് കൊണ്ടാണ് ബുദ്ധി എന്നുള്ളതായിട്ടുള്ള ബുദ്ധിയാണ് ആ
ഗതയായിട്ട് പറയണത്. കൗമുദകി എന്നുള്ളതായിട്ടുള്ള ഗത ബുദ്ധിതത്വാത്മികയാണ് എന്ന്. ഇനി അതൊക്കെ പിന്നെ ആദ്യം സഹസ്രനാമത്തിൽ തന്നെ അവസാനം വരുന്നുണ്ട്. ഈ ഗദാധര ഓരോന്നിനെയും ധരിക്കുമ്പോൾ ഭഗവാന്റെ നാമധേയങ്ങൾ പറയും. ഓരോരോ നാമധേയങ്ങൾ പറയുമ്പോൾ ഈ മനസ്തത്വമായിട്ടുള്ള ചക്രം എന്നും ബുദ്ധിതത്വമായിട്ടുള്ള ഗത എന്നുമൊക്കെ ആദ്യം പറയാൻ പോകുന്നുണ്ട് സഹസ്രനാമത്തിൽ തന്നെ. മഹാവരാഹോ ഗോവിന്ദ സുഷേണ കനകാംഗതി ഗുഹ്യോ ഗഭീരോ ഗഹനോ ഗുപ്തശ്ചക്രഗദാധര